പെസഹായ്ക്ക് എത്ര ദിവസങ്ങൾക്ക് മുൻപാണ് യേശു ബെഥാനിയായിലെത്തിയത്? ഓപ്ഷൻസ്: ഓപ്ഷൻ എ 6 ദിവസം, ഓപ്ഷൻ ബി 7 ദിവസം, ഓപ്ഷൻ സി 3 ദിവസം, ഓപ്ഷൻ ഡി 2 ദിവസം. ശരിയുത്തരം 6 ദിവസം. അടുത്ത ചോദ്യം: യേശു ബെഥാനിയായിലെത്തിയപ്പോൾ അവിടെ അവനുവേണ്ടി എന്താണ് ഒരുക്കിയത്? ഓപ്ഷൻസ്: ഓപ്ഷൻ എ വലിയ വിരുന്ന്, ഓപ്ഷൻ ബി അത്താഴം, ഓപ്ഷൻ സി തിരുനാൾ കാഴ്ച, ഓപ്ഷൻ ഡി പ്രാർത്ഥനായോഗം. ശരിയുത്തരം അത്താഴം. അടുത്ത ചോദ്യം: യേശുവിന് അത്താഴം ഒരുക്കിയപ്പോൾ അവിടെ പരിചരിച്ചത് ആരായിരുന്നു? ഓപ്ഷൻസ്: ഓപ്ഷൻ എ മർത്ത, ഓപ്ഷൻ ബി മറിയം, ഓപ്ഷൻ സി യോഹന്നാൻ, ഓപ്ഷൻ ഡി ശലോമി. ശരിയുത്തരം മർത്ത. അടുത്ത ചോദ്യം: യേശുവിനോടൊപ്പം ഭക്ഷണത്തിനിരുന്നവരിൽ പേരെടുത്തു പറഞ്ഞിരിക്കുന്ന വ്യക്തി ആര്? ഓപ്ഷൻസ്: ഓപ്ഷൻ എ പീലിപ്പോസ്, ഓപ്ഷൻ ബി പത്രോസ്, ഓപ്ഷൻ സി ലാസർ, ഓപ്ഷൻ ഡി യൂദാസ്. ശരിയുത്തരം ലാസർ. അടുത്ത ചോദ്യം: മറിയം യേശുവിന്റെ പാദങ്ങളിൽ പൂശാനെടുത്ത തൈലം ഏത് തരത്തിലുള്ളതായിരുന്നു? ഓപ്ഷൻസ്: ഓപ്ഷൻ എ ഒലിവ് തൈലം, ഓപ്ഷൻ ബി വിലയേറിയ തൈലം, ഓപ്ഷൻ സി കുന്തിരിക്ക തൈലം, ഓപ്ഷൻ ഡി നാർദിൻ സുഗന്ധ തൈലം. ശരിയുത്തരം നാർദിൻ സുഗന്ധ തൈലം. അടുത്ത ചോദ്യം: സുഗന്ധ തൈലം എന്തിൽ അടക്കം ചെയ്ത നിലയിലായിരുന്നു? ഓപ്ഷൻസ്: ഓപ്ഷൻ എ മൺപാത്രത്തിൽ, ഓപ്ഷൻ ബി വെള്ളിപ്പാത്രത്തിൽ, ഓപ്ഷൻ സി ഒരു കുപ്പിയിൽ, ഓപ്ഷൻ ഡി തുകൽ സഞ്ചിയിൽ. ശരിയുത്തരം ഒരു കുപ്പിയിൽ. അടുത്ത ചോദ്യം: തൈലാഭിഷേകം കണ്ടപ്പോൾ അതിനെതിരെ സംസാരിച്ച ശിഷ്യൻ ആരായിരുന്നു? ഓപ്ഷൻസ്: ഓപ്ഷൻ എ തോമസ്, ഓപ്ഷൻ ബി യൂദാസ് കറിയോത്ത, ഓപ്ഷൻ സി പത്രോസ്, ഓപ്ഷൻ ഡി യോഹന്നാൻ. ശരിയുത്തരം യൂദാസ് കറിയോത്ത. അടുത്ത ചോദ്യം: മറിയം ഉപയോഗിച്ച നാർദിൻ തൈലത്തിന് യൂദാസ് കണക്കാക്കിയ വില എത്രയായിരുന്നു? ഓപ്ഷൻസ്: ഓപ്ഷൻ എ 200 ദെനാറ, ഓപ്ഷൻ ബി 300 ദെനാറ, ഓപ്ഷൻ സി 400 ദെനാറ, ഓപ്ഷൻ ഡി 100 ദെനാറ. ശരിയുത്തരം 300 ദെനാറ. അടുത്ത ചോദ്യം: തൈലം വിറ്റ് കിട്ടുന്ന പണം ആർക്ക് കൊടുക്കണമായിരുന്നു എന്നാണ് യൂദാസ് വാദിച്ചത്? ഓപ്ഷൻസ്: ഓപ്ഷൻ എ അനാഥർക്ക്, ഓപ്ഷൻ ബി വിധവകൾക്ക്, ഓപ്ഷൻ സി ദരിദ്രർക്ക്, ഓപ്ഷൻ ഡി ദേവാലയത്തിന്. ശരിയുത്തരം ദരിദ്രർക്ക്. അടുത്ത ചോദ്യം: യൂദാസ് തൈലത്തിന്റെ വിലയെക്കുറിച്ച് സംസാരിച്ചത് ദരിദ്രരോടുള്ള ഏതു മനോഭാവം കൊണ്ടല്ലായിരുന്നു? ഓപ്ഷൻസ്: ഓപ്ഷൻ എ ദയ, ഓപ്ഷൻ ബി കാരുണ്യം, ഓപ്ഷൻ സി പരിഗണന, ഓപ്ഷൻ ഡി സ്നേഹം. ശരിയുത്തരം പരിഗണന. അടുത്ത ചോദ്യം: തന്റെ ഏതു വരാനിരിക്കുന്ന ശുശ്രൂഷയ്ക്കായിട്ടാണ് മറിയം ഇതു ചെയ്തത് എന്നാണ് യേശു പറഞ്ഞത്? ഓപ്ഷൻസ്: ഓപ്ഷൻ എ ശവസംസ്കാര ദിനത്തിനായി, ഓപ്ഷൻ ബി മരണദിനത്തിനായി, ഓപ്ഷൻ സി ഉയിർപ്പു ദിനത്തിനായി, ഓപ്ഷൻ ഡി രാജകീയ ദിനത്തിനായി. ശരിയുത്തരം ശവസംസ്കാര ദിനത്തിനായി. അടുത്ത ചോദ്യം: ആരാണ് എപ്പോഴും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കുക എന്നാണ് യേശു പറഞ്ഞത്? ഓപ്ഷൻസ്: ഓപ്ഷൻ എ രോഗികൾ, ഓപ്ഷൻ ബി ദരിദ്രർ, ഓപ്ഷൻ സി അവിശ്വാസികൾ, ഓപ്ഷൻ ഡി റോമാക്കാർ. ശരിയുത്തരം ദരിദ്രർ. അടുത്ത ചോദ്യം: യേശു ബെഥാനിയായിലുണ്ടെന്നറിഞ്ഞ് അങ്ങോട്ട് കടന്നുവന്നത് വലിയൊരു ഗണം ഏത് ജനവിഭാഗമായിരുന്നു? ഓപ്ഷൻസ്: ഓപ്ഷൻ എ റോമാക്കാർ, ഓപ്ഷൻ ബി സമരിയാക്കാർ, ഓപ്ഷൻ സി യഹൂദർ, ഓപ്ഷൻ ഡി ഗ്രീക്കുകാർ. ശരിയുത്തരം യഹൂദർ. അടുത്ത ചോദ്യം: യേശുവിന് പുറമെ മറ്റാരെ കൂടി കൊല്ലാനാണ് പുരോഹിത പ്രമുഖന്മാർ അക്കാലത്ത് ആലോചിച്ചത്? ഓപ്ഷൻസ്: ഓപ്ഷൻ എ യോഹന്നാനെ, ഓപ്ഷൻ ബി നിക്കോദേമോസിനെ, ഓപ്ഷൻ സി ലാസറിനെ, ഓപ്ഷൻ ഡി പീലിപ്പോസിനെ. ശരിയുത്തരം ലാസറിനെ. അടുത്ത ചോദ്യം: ലാസർ കാരണം യഹൂദ പ്രമാണികളെ ഉപേക്ഷിച്ച് ജനങ്ങൾ ആരിൽ വിശ്വസിച്ചു? ഓപ്ഷൻസ്: ഓപ്ഷൻ എ യേശുവിൽ, ഓപ്ഷൻ ബി മോശയിൽ, ഓപ്ഷൻ സി നിയമജ്ഞരിൽ, ഓപ്ഷൻ ഡി പ്രവാചകന്മാരിൽ. ശരിയുത്തരം യേശുവിൽ. അടുത്ത ചോദ്യം: യേശുവിനെ എതിരേൽക്കാൻ പുറപ്പെട്ട ജനക്കൂട്ടം കൈകളിൽ ഏതു മരത്തിന്റെ കൈകളാണ് കരുതിയത്? ഓപ്ഷൻസ്: ഓപ്ഷൻ എ ഈന്തപ്പനയുടെ, ഓപ്ഷൻ ബി ഒലിവിന്റെ, ഓപ്ഷൻ സി മുന്തിരിയുടെ, ഓപ്ഷൻ ഡി അത്തിയുടെ. ശരിയുത്തരം
ഈന്തപ്പനയുടെ. അടുത്ത ചോദ്യം. ആരുടെ നാമത്തിൽ വരുന്നവനാണ് വാഴ്ത്തപ്പെട്ടവൻ എന്നാണ് ജനങ്ങൾ വിളിച്ചു പറഞ്ഞത്? ഓപ്ഷൻസ്. ഓപ്ഷൻ എ ദാവീദിന്റെ, ഓപ്ഷൻ ബി കർത്താവിന്റെ, ഓപ്ഷൻ സി അബ്രാഹത്തിന്റെ, ഓപ്ഷൻ ഡി മോശയുടെ. ശരിയുത്തരം കർത്താവിന്റെ. അടുത്ത ചോദ്യം. യേശുവിനെ ജനക്കൂട്ടം ഏത് രാജ്യത്തിന്റെ രാജാവായിട്ടാണ് പ്രകീർത്തിച്ചത്? ഓപ്ഷൻസ്. ഓപ്ഷൻ എ യഹൂദായുടെ, ഓപ്ഷൻ ബി ഇസ്രായേലിന്റെ, ഓപ്ഷൻ സി സിയോന്റെ, ഓപ്ഷൻ ഡി റോമായിലെ. ശരിയുത്തരം ഇസ്രായേലിന്റെ. അടുത്ത ചോദ്യം. യേശുവിന് സാക്ഷ്യം നൽകിയ ജനക്കൂട്ടം ഏത് അത്ഭുത സമയത്ത് അവനോടൊപ്പം ഉണ്ടായിരുന്നവരാണ്? ഓപ്ഷൻസ്. ഓപ്ഷൻ എ അപ്പം വർദ്ധിപ്പിച്ചപ്പോൾ, ഓപ്ഷൻ ബി ലാസറിനെ ഉയിർപ്പിച്ചപ്പോൾ, ഓപ്ഷൻ സി കുരുടന് കാഴ്ച നൽകിയപ്പോൾ, ഓപ്ഷൻ ഡി കടൽ ശാന്തമാക്കിയപ്പോൾ. ശരിയുത്തരം ലാസറിനെ ഉയിർപ്പിച്ചപ്പോൾ. അടുത്ത ചോദ്യം. ജനക്കൂട്ടം യേശുവിന്റെ പിന്നാലെ പോകുന്നത് കണ്ട് പരസ്പരം നിരാശ പങ്കുവച്ച നേതാക്കളാര്? ഓപ്ഷൻസ്. ഓപ്ഷൻ എ സദൂക്കായർ, ഓപ്ഷൻ ബി ഹേരോദേസ് പക്ഷക്കാർ, ഓപ്ഷൻ സി റോമാക്കാർ, ഓപ്ഷൻ ഡി ഫരിസേയർ. ശരിയുത്തരം ഫരിസേയർ. അടുത്ത ചോദ്യം. നമുക്കൊന്നും ചെയ്യാൻ സാധിക്കുന്നില്ല എന്ന് പറഞ്ഞ ശേഷം ഫരിസേയർ പറഞ്ഞത് ആരവന്റെ പിന്നാലെ പോയി കഴിഞ്ഞു എന്നാണ്? ഓപ്ഷൻസ്. ഓപ്ഷൻ എ യഹൂദർ മുഴുവൻ, ഓപ്ഷൻ ബി ജനക്കൂട്ടം, ഓപ്ഷൻ സി ലോകം, ഓപ്ഷൻ ഡി ശിഷ്യന്മാർ. ശരിയുത്തരം ലോകം. അടുത്ത ചോദ്യം. തിരുനാളിൽ ആരാധനയ്ക്കായി യഹൂദരുടെ ഇടയിലേക്ക് വന്ന അന്യദേശക്കാർ ആരായിരുന്നു? ഓപ്ഷൻസ്. ഓപ്ഷൻ എ റോമാക്കാർ, ഓപ്ഷൻ ബി സമരിയക്കാർ, ഓപ്ഷൻ സി എഫീസോസുകാർ, ഓപ്ഷൻ ഡി ഗ്രീക്കുകാർ. ശരിയുത്തരം ഗ്രീക്കുകാർ. അടുത്ത ചോദ്യം. ഗ്രീക്കുകാർ യേശുവിനെ കാണാനായി ആദ്യം സമീപിച്ച ശിഷ്യനാരാണ്? ഓപ്ഷൻസ്. ഓപ്ഷൻ എ പീലിപ്പോസ്, ഓപ്ഷൻ ബി അന്ത്രയോസ്, ഓപ്ഷൻ സി തോമസ്, ഓപ്ഷൻ ഡി മത്തായി. ശരിയുത്തരം പീലിപ്പോസ്. അടുത്ത ചോദ്യം. ശിഷ്യനായ പീലിപ്പോസ് ഏത് പ്രദേശത്ത് നിന്നുള്ളവനായിരുന്നു? ഓപ്ഷൻസ്. ഓപ്ഷൻ എ കാന, ഓപ്ഷൻ ബി ബേത്സൈദ, ഓപ്ഷൻ സി കഫർനാവും, ഓപ്ഷൻ ഡി നസ്രത്ത്. ശരിയുത്തരം ബേത്സൈദ. അടുത്ത ചോദ്യം. യേശുവിനെ കാണാൻ ആഗ്രഹിക്കുന്നു എന്ന ഗ്രീക്കുകാരുടെ ആഗ്രഹം പീലിപ്പോസ് ആദ്യം ആരോടാണ് പോയി പറഞ്ഞത്? ഓപ്ഷൻസ്. ഓപ്ഷൻ എ പത്രോസിനോട്, ഓപ്ഷൻ ബി അന്ത്രയോസിനോട്, ഓപ്ഷൻ സി യാക്കോബിനോട്, ഓപ്ഷൻ ഡി യോഹന്നാനോട്. ശരിയുത്തരം അന്ത്രയോസിനോട്. അടുത്ത ചോദ്യം. ഗോതമ്പുമണി നിലത്തു വീണ അഴിയുന്നില്ലെങ്കിൽ അതിനെന്ത് സംഭവിക്കും? ഓപ്ഷൻസ്. ഓപ്ഷൻ എ നശിച്ചു പോകും, ഓപ്ഷൻ ബി കേടായി പോകും, ഓപ്ഷൻ സി അതേപടിയിരിക്കും, ഓപ്ഷൻ ഡി അപ്രത്യക്ഷമാകും. ശരിയുത്തരം അതേപടിയിരിക്കും. അടുത്ത ചോദ്യം. തന്റെ എന്തിനെ സ്നേഹിക്കുന്നവനാണ് അത് നഷ്ടപ്പെടുത്തുന്നത്? ഓപ്ഷൻസ്. ഓപ്ഷൻ എ സമ്പത്തിനെ, ഓപ്ഷൻ ബി കുടുംബത്തെ, ഓപ്ഷൻ സി അധികാരത്തെ, ഓപ്ഷൻ ഡി ജീവനെ. ശരിയുത്തരം ജീവനെ. അടുത്ത ചോദ്യം. ഈ ലോകത്തിൽ സ്വന്തം ജീവനെ എന്ത് ചെയ്യുന്നവരാണ് നിത്യജീവനിലേക്ക് അതിനെ കാത്തുസൂക്ഷിക്കുന്നത്? ഓപ്ഷൻസ്. ഓപ്ഷൻ എ സ്നേഹിക്കുന്നവൻ, ഓപ്ഷൻ ബി പുകഴ്ത്തുന്നവൻ, ഓപ്ഷൻ സി വിലമതിക്കുന്നവൻ, ഓപ്ഷൻ ഡി ദ്വേഷിക്കുന്നവൻ. ശരിയുത്തരം ദ്വേഷിക്കുന്നവൻ. അടുത്ത ചോദ്യം. യേശുവിനെ ശുശ്രൂഷിക്കാൻ ആഗ്രഹിക്കുന്നവൻ എന്ത് ചെയ്യണമെന്നാണ് യേശു ആവശ്യപ്പെട്ടത്? ഓപ്ഷൻസ്. ഓപ്ഷൻ എ അനുഗമിക്കണം, ഓപ്ഷൻ ബി പ്രാർത്ഥിക്കണം, ഓപ്ഷൻ സി ദാനം ചെയ്യണം, ഓപ്ഷൻ ഡി ഉപവസിക്കണം. ശരിയുത്തരം അനുഗമിക്കണം. അടുത്ത ചോദ്യം. യേശുവിനെ ശുശ്രൂഷിക്കുന്നവൻ എവിടെയായിരിക്കുമെന്നാണ് യേശു വ്യക്തമാക്കിയത്? ഓപ്ഷൻസ്. ഓപ്ഷൻ എ സ്വർഗത്തിൽ, ഓപ്ഷൻ ബി ദേവാലയത്തിൽ, ഓപ്ഷൻ സി യേശു ആയിരിക്കുന്നിടത്ത്, ഓപ്ഷൻ ഡി ജനമധ്യത്തിൽ. ശരിയുത്തരം യേശു ആയിരിക്കുന്നിടത്ത്. അടുത്ത ചോദ്യം. യേശു പിതാവിനോട് പ്രാർത്ഥിച്ചത് അങ്ങയുടെ എന്തിനെ മഹത്വപ്പെടുത്തണമെന്നാണ്? ഓപ്ഷൻസ്. ഓപ്ഷൻ എ സിംഹാസനത്തെ, ഓപ്ഷൻ ബി നാമത്തെ, ഓപ്ഷൻ സി ജനത്തെ, ഓപ്ഷൻ ഡി രാജ്യത്തെ. ശരിയുത്തരം നാമത്തെ. അടുത്ത ചോദ്യം. ന്യായവിധിയുടെ സമയത്ത് ഈ ലോകത്തിന്റെ ആര് പുറന്തള്ളപ്പെടുമെന്നാണ് യേശു പ്രവചിച്ചത്? ഓപ്ഷൻസ്. ഓപ്ഷൻ എ അധികാരി, ഓപ്ഷൻ ബി രാജാവ്,
ഓപ്ഷൻ സി ജനക്കൂട്ടം. ഓപ്ഷൻ ഡി പുരോഹിതൻ. ശരിയുത്തരം അധികാരി. അടുത്ത ചോദ്യം. ഞാൻ ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെടുമ്പോൾ ഡാഷ് യേശു ആരെയാണ് തന്നിലേക്ക് ആകർഷിക്കുക? ഓപ്ഷൻസ്. ഓപ്ഷൻ എ യഹൂദരെ മാത്രം. ഓപ്ഷൻ ബി ശിഷ്യന്മാരെ മാത്രം. ഓപ്ഷൻ സി എല്ലാ മനുഷ്യരെയും. ഓപ്ഷൻ ഡി നീതിമാന്മാരെ. ശരിയുത്തരം എല്ലാ മനുഷ്യരെയും. അടുത്ത ചോദ്യം. താൻ ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെടുമെന്ന് യേശു പറഞ്ഞത് തന്റെ എന്തിനെ സൂചിപ്പിക്കാനാണ്? ഓപ്ഷൻസ്. ഓപ്ഷൻ എ സ്വർഗാരോഹണത്തെ. ഓപ്ഷൻ ബി പുനരുത്ഥാനത്തെ. ഓപ്ഷൻ സി പ്രബോധനത്തെ. ഓപ്ഷൻ ഡി മരണത്തെ. ശരിയുത്തരം മരണത്തെ. അടുത്ത ചോദ്യം. ക്രിസ്തു എന്നേക്കും നിലനിൽക്കുമെന്ന് ഇവിടെ എഴുതിയിട്ടുണ്ടെന്നാണ് ജനക്കൂട്ടം യേശുവിനോട് പറഞ്ഞത്. ഓപ്ഷൻസ്. ഓപ്ഷൻ എ പ്രവചനങ്ങളിൽ. ഓപ്ഷൻ ബി നിയമത്തിൽ. ഓപ്ഷൻ സി ചരിത്രത്തിൽ. ഓപ്ഷൻ ഡി സങ്കീർത്തനങ്ങളിൽ. ശരിയുത്തരം നിയമത്തിൽ. അടുത്ത ചോദ്യം. എന്ത് നിങ്ങളെ കീഴടക്കാതിരിക്കാൻ പ്രകാശമുള്ളപ്പോൾ നടക്കാനാണ് യേശു ഉപദേശിച്ചത്? ഓപ്ഷൻസ്. ഓപ്ഷൻ എ പാപം. ഓപ്ഷൻ ബി ശത്രുക്കൾ. ഓപ്ഷൻ സി അന്ധകാരം. ഓപ്ഷൻ ഡി മരണം. ശരിയുത്തരം അന്ധകാരം. അടുത്ത ചോദ്യം. ജനങ്ങൾ പ്രകാശത്തിന്റെ ആരാകേണ്ടതിനാണ് പ്രകാശത്തിൽ വിശ്വസിക്കേണ്ടത്? ഓപ്ഷൻസ്. ഓപ്ഷൻ എ മക്കൾ. ഓപ്ഷൻ ബി സാക്ഷികൾ. ഓപ്ഷൻ സി ദാസന്മാർ. ഓപ്ഷൻ ഡി സ്നേഹിതർ. ശരിയുത്തരം മക്കൾ. അടുത്ത ചോദ്യം. യഹൂദരുടെ ഈ അവിശ്വാസം വഴി ഏത് പഴയ നിയമ പ്രവാചകന്റെ വചനമാണ് പൂർത്തിയായത്? ഓപ്ഷൻസ്. ഓപ്ഷൻ എ ജെറമിയ. ഓപ്ഷൻ ബി ഏശയ്യ. ഓപ്ഷൻ സി എസേക്കിയേൽ. ഓപ്ഷൻ ഡി ദാനിയേൽ. ശരിയുത്തരം ഏശയ്യ. അടുത്ത ചോദ്യം. കർത്താവേ, ഞങ്ങളുടെ സന്ദേശം ആര് വിശ്വസിച്ചു? കർത്താവിന്റെ എന്ത് ആർക്കാണ് വെളിപ്പെട്ടത് എന്നാണ് പ്രവചനം? ഓപ്ഷൻസ്. ഓപ്ഷൻ എ വചനം. ഓപ്ഷൻ ബി മഹത്വം. ഓപ്ഷൻ സി ഭുജം. ഓപ്ഷൻ ഡി രാജ്യം. ശരിയുത്തരം ഭുജം. അടുത്ത ചോദ്യം. ഏശയ്യാ പ്രവാചകൻ യേശുവിനെക്കുറിച്ച് പ്രവചനം നടത്തിയത് അവൻ യേശുവിന്റെ എന്ത് കണ്ടതുകൊണ്ടാണ്? ഓപ്ഷൻസ്. ഓപ്ഷൻ എ ജനനം. ഓപ്ഷൻ ബി മരണം. ഓപ്ഷൻ സി മഹത്വം. ഓപ്ഷൻ ഡി പീഡാനുഭവം. ശരിയുത്തരം മഹത്വം. അടുത്ത ചോദ്യം. യഹൂദരുടെ ഇടയിൽ പൊതുവെ അവിശ്വാസമായിരുന്നെങ്കിലും ആരിൽ പലരും യേശുവിൽ വിശ്വസിച്ചിരുന്നു? ഓപ്ഷൻസ്. ഓപ്ഷൻ എ റോമാക്കാരിൽ. ഓപ്ഷൻ ബി ഫരിസേയരിൽ മാത്രം. ഓപ്ഷൻ സി നിയമജ്ഞരിൽ. ഓപ്ഷൻ ഡി അധികാരികളിൽ പോലും. ശരിയുത്തരം അധികാരികളിൽ പോലും. അടുത്ത ചോദ്യം. യേശുവിൽ വിശ്വസിച്ച അധികാരികൾ അത് പരസ്യമായി ഏറ്റുപറയാതിരിക്കാൻ കാരണം ആരെ ഭയന്നാണ്? ഓപ്ഷൻസ്. ഓപ്ഷൻ എ ഫരിസേയരെ. ഓപ്ഷൻ ബി റോമാക്കാരെ. ഓപ്ഷൻ സി ജനക്കൂട്ടത്തെ. ഓപ്ഷൻ ഡി കയ്യാഫാസിനെ. ശരിയുത്തരം ഫരിസേയരെ. അടുത്ത ചോദ്യം. യേശുവിലുള്ള വിശ്വാസം ഏറ്റുപറഞ്ഞാൽ തങ്ങൾക്ക് എന്തു സംഭവിക്കുമെന്നാണ് നേതാക്കൾ ഭയന്നത്? ഓപ്ഷൻസ്. ഓപ്ഷൻ എ വധിക്കപ്പെടും. ഓപ്ഷൻ ബി സിനഗോഗിൽ നിന്ന് ബഹിഷ്കൃതരാകും. ഓപ്ഷൻ സി ജയിലിലാകും. ഓപ്ഷൻ ഡി പദവി നഷ്ടപ്പെടും. ശരിയുത്തരം സിനഗോഗിൽ നിന്ന് ബഹിഷ്കൃതരാകും. അടുത്ത ചോദ്യം. ഭീരുക്കളായ നേതാക്കൾ ദൈവത്തിൽ നിന്നുള്ള മഹത്വത്തെക്കാൾ കൂടുതൽ എന്തിനാണ് വില കൽപ്പിച്ചത്? ഓപ്ഷൻസ്. ഓപ്ഷൻ എ പണത്തിന്. ഓപ്ഷൻ ബി റോമൻ പദവിക്ക്. ഓപ്ഷൻ സി മനുഷ്യരുടെ പ്രശംസ. ഓപ്ഷൻ ഡി കുടുംബ മഹിമയ്ക്ക്. ശരിയുത്തരം മനുഷ്യരുടെ പ്രശംസ. അടുത്ത ചോദ്യം. തന്നിൽ വിശ്വസിക്കുന്നവർ എവിടെ വസിക്കാതിരിക്കാനാണ് യേശു വെളിച്ചമായി ലോകത്തിലേക്ക് വന്നത്? ഓപ്ഷൻസ്. ഓപ്ഷൻ എ പാപത്തിൽ. ഓപ്ഷൻ ബി ഭയത്തിൽ. ഓപ്ഷൻ സി അടിമത്വത്തിൽ. ഓപ്ഷൻ ഡി അന്ധകാരത്തിൽ. ശരിയുത്തരം അന്ധകാരത്തിൽ. അടുത്ത ചോദ്യം. യേശു ലോകത്തിലേക്ക് വെളിച്ചമായി വന്നത് എന്തിനായിട്ടാണ്? ഓപ്ഷൻസ്. ഓപ്ഷൻ എ ന്യായവിധിക്കായി. ഓപ്ഷൻ ബി രാജാവാകാൻ. ഓപ്ഷൻ സി വിശ്വസിക്കുന്നവരാരും അന്ധകാരത്തിലാകാതിരിക്കാൻ. ഓപ്ഷൻ ഡി പ്രശസ്തിക്കായി. ശരിയുത്തരം വിശ്വസിക്കുന്നവരാരും അന്ധകാരത്തിലാകാതിരിക്കാൻ. അടുത്ത ചോദ്യം.
താൻ ലോകത്തിലേക്ക് വന്നത് ലോകത്തെ വിധിക്കാനല്ല, പിന്നെ എന്തിനാണ് എന്നാണ് യേശു വ്യക്തമാക്കിയത്. ഓപ്ഷൻസ്: ഓപ്ഷൻ എ നശിപ്പിക്കാൻ, ഓപ്ഷൻ ബി രക്ഷിക്കാൻ, ഓപ്ഷൻ സി ഭരിക്കാൻ, ഓപ്ഷൻ ഡി പഠിപ്പിക്കാൻ. ശരിയുത്തരം രക്ഷിക്കാൻ. അടുത്ത ചോദ്യം: യേശുവിനെ നിരസിക്കുന്നവനെ അന്ത്യദിനത്തിൽ വിധിക്കുന്നത് എന്തായിരിക്കും? ഓപ്ഷൻസ്: ഓപ്ഷൻ എ മോശയുടെ നിയമം, ഓപ്ഷൻ ബി ഞാൻ പറഞ്ഞ വചനം തന്നെ, ഓപ്ഷൻ സി പിതാവ് നേരിട്ട്, ഓപ്ഷൻ ഡി മുഖ്യദൂതൻ. ശരിയുത്തരം ഞാൻ പറഞ്ഞ വചനം തന്നെ. അടുത്ത ചോദ്യം: യേശു പറയുന്നതെല്ലാം ആരോട് കൽപ്പിച്ചതുപോലെ തന്നെയാണ് യേശു സംസാരിക്കുന്നത്? ഓപ്ഷൻസ്: ഓപ്ഷൻ എ പിതാവ് എന്നോട്, ഓപ്ഷൻ ബി മോശയോട്, ഓപ്ഷൻ സി പ്രവാചകന്മാരോട്, ഓപ്ഷൻ ഡി ശിഷ്യന്മാരോട്. ശരിയുത്തരം പിതാവ് എന്നോട്. ഇനിയൊരു ക്വിസ് ആണ്. ഈ ചോദ്യത്തിന്റെ ഉത്തരം നിങ്ങൾക്കറിയാമെങ്കിൽ താഴെ കമന്റ് ചെയ്യുമല്ലോ. മറിയം ഉപയോഗിച്ച നാർദിൻ തൈലത്തിന് യൂദാസ് കണക്കാക്കിയ വില എത്രയായിരുന്നു? ഓപ്ഷൻസ്: ഓപ്ഷൻ എ 200 ദെനാറ, ഓപ്ഷൻ ബി 300 ദെനാറ, ഓപ്ഷൻ സി 400 ദെനാറ, ഓപ്ഷൻ ഡി 100 ദെനാറ. ആർക്കൊക്കെയാണ് ഇതിന്റെ ശരിയായ ഉത്തരം അറിയാവുന്നത്? താഴെ കമന്റ് ചെയ്യൂ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് അടിക്കാനും മറക്കരുത്. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.